റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന കാര്യം മെറ്റീരിയൽ സെലക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം. അത് ഡയറക്റ്റ്ലി കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ മെറ്റീരിയൽ സെലക്ഷനെ പറ്റിയിട്ട് എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത്? എൻ്റെ ഒരു സജഷൻ ആണ്. ഇപ്പോൾ പലതരത്തിലുള്ള ഡിസൈൻസ് ഉണ്ടാവും. നമ്മൾ ട്രോപ്പിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവും, കണ്ടംപററി സ്റ്റൈലിൽ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നമ്മുടെ ഇതിൻ്റെ അകത്തെ മെയിൻ സ്ട്രക്ചറിനുള്ള മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാറ്ററൈറ്റ് സ്റ്റോൺ ആവും, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെട്ടുകല്ല്, കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയിൽ കിട്ടുന്ന വെട്ടുകല്ല്. അത് ബേസിക് റോ മെറ്റീരിയലാണ്, നമ്മുടെ ഒരു സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയുള്ള ഒരു റോ മെറ്റീരിയലാണ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റിൽ നിർത്താൻ വേണ്ടി നോക്കുന്നവർ, ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് പല ഇൻഫർമേഷൻ, ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ എല്ലാം നല്ലതാണ്, പക്ഷെ നമ്മളത് ഇൻടേക്ക് ചെയ്യുന്ന ഏത് ആസ്പെക്റ്റിലാണ് അതനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്രയും സുലഭമായിട്ട് വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കല്ല് കിട്ടുന്ന ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിയിൽ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി വെയിറ്റ്ലെസ് ബ്രിക്ക് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തതിനേക്കാളും അതാത് ലൊക്കാലിറ്റിയിലുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബഡ്ജറ്റിൽ നിൽക്കുക. നോർമലി എല്ലാവരും ചെയ്യുന്നത് അത് ഇന്ന മെറ്റീരിയൽ എറണാകുളത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് വളരെ കുറയും. ആ രീതിയിലല്ല ശരിക്കും അപ്രോച്ച് ഉണ്ട്. എന്താണോ നമ്മുടെ സൈറ്റ് ലൊക്കാലിറ്റി, ആ ലൊക്കാലിറ്റിയിൽ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഓൺ സൈറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. ഓൺ സൈറ്റിൽ തന്നെ കിട്ടുന്ന റോ മെറ്റീരിയൽസ് ആണെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായത് ലൊക്കാലിറ്റി കിട്ടുന്ന മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതിന്റെ ഗ്രേഡുകൾ, ചെങ്കലാണെങ്കിൽ അതിനും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗ്രേഡുകൾ ഉണ്ട്, അതനുസരിച്ചുള്ള ഗ്രേഡിൽ എടുക്കുക. അതായത് നമ്മളിപ്പം പരസ്യങ്ങൾ മാത്രം കണ്ട് വേറെ സ്ഥലത്ത് നിന്ന് കണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാതെ മാത്രം കണ്ട് ചെയ്യാതെ ലോക്കലി ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമുക്ക് നാട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്യുക. കല്ലിന്റെ കാര്യത്തിലായാലും കോറി പ്രൊഡക്ഷന്റെ കാര്യത്തിലായാലും അങ്ങനത്തെ കാര്യങ്ങളിലാണ്. അതായത് സ്ട്രക്ചറിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, വേറെ എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടോ?